പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരു തിയറം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറം ഇതായിരുന്നു. ദാറ്റ് ഈസ് തിയറം ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, that is GCD, of two positive integers a and b is a linear combination of a and b. ഇതായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് അല്ലെങ്കിൽ തിയറം. എന്താ പറയുന്നത്? എ ബി എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇതിന്റെ GCD എന്തായിരിക്കും? ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് GCD ഓഫ് എ ബി equal to some ax plus by, that is for some x and y. അഥവാ ഏത് രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ GCD എന്തായിരിക്കും? അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സും വൈയും എനി ടു ഇൻറ്റിജർ ax plus by എന്ന ഫോമിലായിരിക്കും ഏത് രണ്ട് നമ്പറിന്റെയും GCD എടുത്തു കഴിഞ്ഞാൽ. ഇതായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു തിയറത്തിൽ നിന്നും കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ കൊറോളറി എന്നാണ് പറയാം. ഒരു തിയറം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും ഒരുപാട് റിസൾട്ട് ഒരു പക്ഷേ കിട്ടിയേക്കാം. അങ്ങത്തരം റിസൾട്ടിനെ കൊറോളറി എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ തിയറത്തിന്റെ കൊറോളറിയാണ്. ദാറ്റ് ഈസ് കൊറോളറി. If a and b are given positive integer, if a and b are given positive integers, then the set T equal to set of all ax plus by, where x and y are integers. Is precisely the set of all multiple of GCD of AB, that's equal to D. ഓക്കെ, എന്താ പറയുന്നത്? എയും ബിയും ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഒരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെ? ദാറ്റ് ഈസ് എ ബി, ഈ രണ്ട് നമ്പേഴ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷനും എക്സും വൈയും ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷനും കണ്ടുപിടിക്കുക. അതെല്ലാം ഒരു സെറ്റിന്റെ അകത്ത് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിലെ എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഡിയുടെ ഒരു മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഈ സെറ്റിൽ ഉണ്ടായിരിക്കും. കറക്റ്റ് ഈ ഒരു സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഇഫ് എ ആൻഡ് ബി ആർ ഗിവൺ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, then the set T equal to, that is ax plus by, where x and y are integers, is precisely the set of all multiple of GCD of AB. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, ഇതിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും, ഏത് ax plus by എടുത്തു കഴിഞ്ഞാലും ഡിയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, ഡിയുടെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഫോമിലാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ റിസൾട്ട് കംപ്ലീറ്റ് റിസൾട്ട് ആവുക. അഥവാ ഈ സെറ്റ് എപ്പോഴും ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. അഥവാ ഈ സെറ്റിലെ എല്ലാ എലമെന്റും ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഡിയുടെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഫോമിലാണ്. ഓക്കെ, ദാറ്റ് ഈസ്
result if A and B are given positive integers, then the set T equal to ax plus by, x and y are integers, is precisely the set of all multiple of this GCD. Okay. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, ഇതിലെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ടിയിലെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഡിയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂഫ് നമുക്ക് തന്നിട്ടുണ്ട്, GCD തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് given that D equal to GCD of AB. Okay, that is D equal to GCD of AB ആയതുകൊണ്ട് D divides A and D divides B. Okay, that implies D divides AX. A കൊണ്ട് ഡിവൈഡ്സ് D divides A. That is A എന്നുള്ളത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ AX എന്തായിരിക്കും ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? ഇതിന് തൊട്ട് മുന്നത്തെ തിയറത്തിലും നമ്മൾ ഈ ഒരു ഇത്തരം റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് D divides A ആണെങ്കിൽ ഇതിനെ കൊണ്ട് X കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും D divides AX എന്നായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് എപ്പോഴാണ് D divides A എന്ന് പറയാം? D divides A എന്ന് പറയുന്നത് എപ്പോഴാണ്? A by D ഒരു ഇൻഡിജർ കിട്ടണം, ഒരു K എന്നുള്ള ഒരു ഇൻഡിജർ കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും ഇവിടെ എക്സ് കൊണ്ട് ഗുണിച്ചു, കറസ്പോണ്ടിങ് ഇവിടെയും എക്സ് കൊണ്ട് ഗുണിച്ചു അല്ലെ? അപ്പോഴും ഒരു ഇൻഡിജർ കിട്ടുക. ഇവിടെ ഒരു എക്സ് കൊണ്ട് ഗുണിച്ചു, ഇവിടെയും കറസ്പോണ്ടിങ് ആയി ഇവിടെ ഒരു എക്സ് കൊണ്ട് ഗുണിച്ചു. അതിന്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് AX divided by D equal to KX. ദാറ്റ് ഈസ് K ഒരു ഇൻഡിജർ ആണ്, X ഒരു ഇൻഡിജർ ആണ്. അത് രണ്ടും ഇൻഡിജർ ചെയ്യുമ്പോഴും ഇൻഡിജർ കിട്ടുക. ദാറ്റ് ഈസ് D divides AX അല്ലെ? ദാറ്റ് ഈസ് D divides A ആണെങ്കിൽ D divides AX തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ D divides B ആണെങ്കിൽ D divides BY ആയിരിക്കും. Okay, that is from this D divides AX and D divides BY, that implies D divides ഇതിന്റെ സമ്മും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. That is AX plus BY. Okay, that implies ഇതിന്റെ മീനിങ് എന്താണ്? AX plus BY ഡിയുടെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് ഇതിന്റെ മീനിങ് അല്ലേ? That is for all, ഇവിടെ AX X ഉം Y എന്താണ്? ഏത് X ഉം Y എടുക്കാം അല്ലേ? That is for all X and Y അല്ലേ? That is for all X and Y. ഏത് X ഉം Y ഉം എടുത്തു കഴിഞ്ഞാലും D divides AX plus BY ആയിരിക്കും. Okay, that implies every member of T is multiple of D. D divides AX plus BY പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ AX plus BY എന്താണ്? ഡിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ ഈ AX plus BY, എക്സും Y എന്താണ്? ഏത് ഇൻഡിജറും, for all X and Y, that is XY belongs to the set of all integers. അപ്പോൾ അതാണ് നമ്മുടെ T അല്ലേ? Therefore AX plus BY, എക്സും വൈയും ഇൻഡിജേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. D divides AX plus BY. Therefore every members of T, that is AX plus BY എന്ന എലമെന്റ്സ് ആണ് നമ്മുടെ T ഉള്ളത്. ഇങ്ങനത്തെ ഏത് എലമെന്റ്സും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് D എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഡിയുടെ ഒരു മൾട്ടിപ്പിൾ എടുത്തു. ഡിയുടെ ഒരു മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറും ഈ ഫോമിലാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് നൗ CB any multiple of D. CB any multiple of D. That implies C equal to some n into D എന്ന് എഴുതാം. പക്ഷേ ഫസ്റ്റ് തിയറം ഉപയോഗിച്ച് D എന്തായിരിക്കും? ഫസ്റ്റ് D എന്നുള്ളത് we know that D equal to GCD of AB. D എന്താണ്? GCD of AB ആണ്. By theorem, ഇതിന് തൊട്ട് മുന്നത്തെ തിയറം
by theorem D equal to some AU plus BV. അഥവാ ഡി എപ്പോഴും എന്തായിരിക്കും? അതാണ് നമ്മൾ ഫസ്റ്റ് തിയറം പഠിച്ചത്. എയും ബിയും മെനി ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ? ആ തിയറത്തിൽ നിന്നുള്ള കൊറോളറിയാണ്, റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇതോടൊപ്പം നമുക്ക് ആ തിയറം ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി ആയതുകൊണ്ട് തിയറം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഡി എന്തായിരിക്കും? എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് യു where u and v are integers. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് c ഈക്വൽ ടു n ഇൻറ്റു au പ്ലസ് bv. ഓക്കെ, നെക്സ്റ്റ് that equal to that implies c equal to NAU plus NBV. That implies C equal to നമുക്ക് എന്ത് ചെയ്യാം? A into NU plus B into NV. That is എന്താ കിട്ടിയത്? സിയും എന്താണ്? ഈ ഒരു ഫോമിലാണ്. എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് അല്ലേ? അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. That implies C is linear combination of A and B. Okay, that implies C is an elements of T. Elements of T. Okay, therefore T is precisely the set of all multiple of T. Okay, complete proof. Okay, next ഇതേപോലെ ചെറിയൊരു തിയറം നമുക്ക് പഠിക്കാനുണ്ട്. തിയറം സ്റ്റേറ്റ്മെന്റ് പഠിക്കണമെന്നില്ല, പക്ഷേ എക്സാമിന് പ്രൂവ് ദാറ്റ് എന്ന രീതിയിലാണ് ചോദിക്കാം. പ്രൂവ് ദാറ്റ് എന്നിട്ട് ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് തിയറം. ലെറ്റ് A and B be positive integer integers and R and small letter r be the remainder when A is divided by B. Then the GCD of AB equal to the GCD of BR. എന്താ പറയുന്നത്? നമ്മൾ രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്തു അല്ലെ? എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്തു. എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നതാണ് സ്മോൾ r. ഓക്കെ, ദാറ്റ് ഈസ് r be the remainder when A is divided by B. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ GCD കണ്ടുപിടിക്കുകയാണ്. ഏതൊക്കെ എലമെന്റ്? എ ബി എന്ന GCDയും BR എന്ന നമ്പേഴ്സിന്റെ GCDയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ R എന്താണ്? R എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ റിമൈൻഡർ ആണ് R. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് AB ഈക്വൽ ടു GCD ഓഫ് BR ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? ദാറ്റ് ഈസ് പ്രൂഫ്. നമുക്ക് തന്ന കാര്യമാണ് R എന്താ എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് A and B are positive integers
positive integers and r is the remainder obtained when a is divided by b. Okay, then by division algorithm, a നെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ r എങ്കിൽ നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ച് എങ്ങനെ എഴുതാം? a equal to some q into b plus r എന്ന് എഴുതാം. Okay, then by division algorithm, there exists an integer q such that a equal to qb plus r. a equal to qb plus r. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതെല്ലാം നമുക്ക് തന്ന കാര്യമാണ്. കാരണം r എന്നുള്ളത് a b കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? GCD ഓഫ് AB ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. GCD ഓഫ് AB ഈക്വൽ ടു GCD ഓഫ് BR എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? GCD ഓഫ് AB D എന്നെടുക്കാം. ഓക്കെ, ലെറ്റ് D ഈക്വൽ ടു GCD ഓഫ്, രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ GCD ഓഫ് AB എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും GCD എന്നാണ് വയ്ക്കാം. അപ്പൊ നമ്മൾ എടുക്കാൻ പോവാണ്. D എന്താണ്? GCD ഓഫ് AB എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് then we have to prove D equal to GCD of BR. അല്ലേ? That is, ഇത് രണ്ടും ഈക്വൽ ആണ്, GCD ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സിൻസ് അപ്പോൾ GCD ഓഫ് AB D ഈക്വൽ ടു GCD ഓഫ് BR ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രൂവ് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ മാത്രമേ പ്രൂവ് ചെയ്യേണ്ടുള്ളൂ അല്ലേ? എന്തൊക്കെ പ്രൂവ് ചെയ്യണ്ടേ? D GCD ഓഫ് BR എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തേത് GCD ഡെഫിനിഷൻ നോക്കി നമുക്ക് മനസ്സിലാവും. D ഡിവൈഡ്സ് B ആൻഡ് D ഡിവൈഡ്സ് R അല്ലേ? അഥവാ D എന്തായിരിക്കണം? ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ വേറൊരു കോമൺ മൾട്ടിപ്പിൾ എടുത്തു, ദാറ്റ് ഈസ് C ഡിവൈഡ്സ്, if C divides B and C divides R, then C always less than or equal to D ആയിരിക്കണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അഥവാ ഫസ്റ്റ് ഇത് രണ്ടും എന്ത് ചെയ്യണം? D ഡിവൈഡ്സ് B യും D ഡിവൈഡ്സ് R ഉം ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ഇതിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോഴാണ് ഇത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്. എപ്പോഴും ഒരു തിയറം പ്രൂവ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് D ഡിവൈഡ്സ് B അതുപോലെ തന്നെ D ഡിവൈഡ്സ് R. വളരെ സിമ്പിൾ ആണ്. D ഡിവൈഡ്സ് B പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആൾറെഡി എന്താണ്? D ഈക്വൽ ടു GCD ഓഫ് B ആണ് അല്ലേ? എഴുതാം. സിൻസ് D ഈക്വൽ ടു GCD ഓഫ് AB, from this D divides A and D divides B. Okay, next, that implies D divides A and D divides Q B അല്ലേ? ഇനി ഒരു B നെ D divides B ആണെങ്കിൽ D divides എന്തായിരിക്കും? Q into B ആയിരിക്കും. Q is any integer. Okay, that is QB. Next, D divides A and D divides QB divides C ആണെങ്കിൽ D divides minus QB ആയിരിക്കും. Okay, that's equal to, that implies D divides A. ഇവിടെ നോക്കി, D divides A അതുപോലെ തന്നെ D divides minus QB ആണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതും അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. Okay, that is D
D divides A minus QB. എന്താണ് A minus QB? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും A minus QB എന്താണ്? A minus QB that equal to R. അല്ലേ? That implies D divides R. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് കിട്ടി. കാരണം D divides B ആണ്. അതുപോലെ തന്നെ D divides R എന്ന് നമ്മൾ കിട്ടി. That implies D divides B. ഓക്കെ, എപ്പോഴും ഡിവൈഡ്സ് എഴുതുമ്പോൾ ചെരിച്ച് വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് എഴുതുക. ദാറ്റ് ഈസ് D ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ചെരിഞ്ഞു പോവാൻ പാടില്ല. ദാറ്റ് ഈസ് D divides B ആൻഡ് D divides R. അല്ലേ? ഒന്നാമത്തെ റിസൾട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? രണ്ടാമത്തെ റിസൾട്ട് അല്ല, രണ്ടാമത്തെ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? സി ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസർ ആണെങ്കിൽ, അതെന്തായിരിക്കണം? ഡിനേക്കാളും ചെറുതായിരിക്കണം. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? ദാറ്റ് ഈസ് നെക്സ്റ്റ്. Now CB an arbitrary common divisor of B and R. That implies C divides B and C divides R. Okay, C divides B ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? C divides QB എന്ന് എഴുതാം. അല്ലേ? That is C divides QB and C divides R. അല്ലേ? That implies നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. കാരണം ഇതൊരു മൾട്ടിപ്പിൾ ആണ്, സിയുടെ മൾട്ടിപ്പിൾ ആണ്. ആറും സിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ C divides QB plus R ആയിരിക്കും. അല്ലേ? That implies C എന്താണ്? QB plus R എന്താണ്? നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? A equal to QB plus R ആയിരുന്നു. That implies C divides A. എന്താ കിട്ടിയത്? C divides A. That implies C divides A and C divides B. അല്ലേ? That is C divides A and C divides B. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? C is an common divisor of A and B. അല്ലേ? A and B. C is a common divisor of A and B. That implies C always less than or equal to D. കാരണം എന്താണ്? C less than or equal to D പറയാൻ കാരണം D എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. അതാണ് നമ്മൾ എടുത്തുള്ളത്. D എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരുന്നു. C എന്താണ്? വേറെ ഏതെങ്കിലും ഒരു ഡിവൈസർ ആണെങ്കിൽ എന്താണ്? C always less than or equal to D ആയിരിക്കും. Okay, therefore D equal to GCD of AB and D equal to GCD of BR. Okay, that is final conclusion. GCD of AB equal to GCD of BR. Okay, next ചെറിയൊരു പ്രോബ്ലം. ഈ ഒരു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള റിസൾട്ട് വെച്ച് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. If A and B are two positive integer, if A and B are two positive integers, such that AB GCD of AB equal to D, then prove that GCD of A minus B, that is D. അഥവാ എയുടെയും ബിയുടെയും GCD D എങ്കിൽ A minus B ഇതിന്റെ GCD എന്തായിരിക്കും? അതും D തന്നെ ആയിരിക്കും. എയുടെയും ബിയുടെയും GCD D ആണെങ്കിൽ A minus B ഇതിന്റെ GCDയും B തന്നെ ആയിരിക്കും. ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് D ഇതിന്റെ
എ ബിയുടെ GCD D ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A minus B, GCD of A minus B equal to D എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, that is we have to prove GCD of A minus B equal to D. ഇത് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്? That is രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് D divides A and D divides A minus B. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ് അല്ലേ? ഈ റിസൾട്ട് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി രണ്ടാമത്തേത്, ഇഫ് C divides A and C divides A minus B, then C always less than or equal to D. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. Given that GCD of D equal to GCD of AB നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? തന്ന കാര്യമാണ്. എയും ബിയും പോസിറ്റീവ് ഇൻഡിസേഴ്സ് ആണ്, അതുപോലെ തന്നെ GCD of AB equal to D എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, that implies D divides A and D divides B. Okay, that implies D divides A minus B. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? മൈനസിനെ ബിനെ മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. D divides A and D divides minus B. ഏത് നമ്പേഴ്സിനെ ബിനെ ഏത് നമ്പേഴ്സ് കൊണ്ട് ഏത് ഇൻഡിജർ കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് ഡി ആയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് ഡി ആണെങ്കിൽ D divides B ആയിരിക്കും. ഓക്കെ, that implies D divides A minus B അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കിട്ടി. ആൾറെഡി നമുക്ക് അറിയാമായിരുന്നു D divides A. ഇപ്പൊ നമുക്ക് കിട്ടി D divides A minus B. അതായിരുന്നു നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? D divides A and D divides A minus B. That implies D divides A and D divides A minus B. ഓക്കെ, ഇനി വേണ്ടെന്താണ്? വേറെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കണം അല്ലേ? ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസർ എടുക്കണം. ലെറ്റ് സി ബി എനി common divisor of A and A minus B അല്ലേ? C എന്താണ്? If C divides A and C divides A minus B, അഥവാ C എന്നുള്ളത് ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമൺ ഡിവൈസർ ആണെങ്കിൽ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? C less than or equal to D എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, that is നമ്മൾ അസ്യൂം ചെയ്തു C എന്താണ്? ഏതെങ്കിലും ഒരു C is any common divisor അല്ലെങ്കിൽ arbitrary common divisor of A and B. That implies C divides A and C divides A minus B. Okay, that implies C divides A and നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്യാം അല്ലേ? That is C divides minus of A minus B. That implies C divides A and C divides മൈനസ് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? B minus A ആയി. ഓക്കെ, that implies ഈ രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഈ രണ്ടിലെ ഈ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. That implies C divides A plus B minus A. That implies C divides B. എന്താ കിട്ടിയിട്ടുള്ളത്? നമുക്ക് ആൾറെഡി നമുക്ക് അറിയാമായിരുന്നു C divides A. ഇപ്പൊ നമുക്ക് കിട്ടിയ C divides B അല്ലേ? That is that implies C divides A and C divides B. C എയും ബിനെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് എയും ബിയും സിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് സി എന്താണ്? ഒരു കോമൺ ഡിവൈസർ ആയിരിക്കും. ദാറ്റ് ഈസ് C is an common divisor. Sorry, that implies C be the common divisor of A and B. C എയുടെയും ബിയുടെയും ഒരു കോമൺ ഡിവൈസർ ആയതുകൊണ്ട് സി എന്തായിരിക്കും? ഡിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും. കാരണം എന്താണ്? ഡി ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്.
ഇനി സി എന്താണ്? സി എയുടെയും ബിയുടെയും ഒരു കോമൺ ഡിവൈസർ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഡിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എന്താ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തേ? ഇഫ് അല്ലേ? എവിടുന്ന സ്റ്റാർട്ട് ചെയ്തേ? ദാറ്റ് ഈസ് ഇഫ് സി ഡിവൈഡഡ് ബൈ C divides A and C divides A minus B, then we get C always less than or equal to D. വളരെ സിമ്പിൾ പ്രൂഫ്. ഓക്കെ, നെക്സ്റ്റ് ചെറിയൊരു തിയറം കൂടി എടുത്ത് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. തിയറം let A and B be positive integer integers. For a positive integer D, positive integer D equal to GCD of AB if and only if first A D divides A and D divides B. Next, second, whenever C divides A and C divides B, then C divides D. ഓക്കെ, എന്താണ് തെളിയിക്കേണ്ടത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. നമുക്ക് രണ്ട് പാർട്ട്, ഇഫ് കണ്ടീഷനും അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഇംപ്ലൈസ്, അതുപോലെ തന്നെ ബാക്ക് ഇംപ്ലിക്കേഷനും പ്രൂവ് ചെയ്യണം. ഇഫ് എ ആൻഡ് ബി പോസിറ്റീവ് ഇൻഡിജേഴ്സ്, എയും ബിയും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ ഡി എന്താണ്? ഡി എന്നുള്ളത് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണെങ്കിൽ, ഇവിടെ ഈ സെന്റൻസിന്റെ ആവശ്യമില്ല. ഫോർ എ പോസിറ്റീവ് ഇൻഡിജർ ഡി ഈക്വൽ ടു GCD, ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ് ഡി എങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ, എയും ബിയും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, ഡി അതിന്റെ GCD ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് എ ആയിരിക്കണം, അതുപോലെ തന്നെ ഡി ഡിവൈഡ്സ് ബി ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സി വേറെ ഇതിന്റെ ഒരു കോമൺ ഡിവൈസർ ആണെങ്കിൽ ആ കോമൺ ഡിവൈസർ എപ്പോഴും ഇതിനെ ഡിവൈഡ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, കാരണം നമ്മുടെ റിസൾട്ടിൽ തന്നെ ഈ രണ്ട് റിസൾട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇനി ഈ രണ്ട് റിസൾട്ടും ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ബി ആർ എനി ടു പോസിറ്റീവ് ഇൻഡിജർ സച്ച് ദാറ്റ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി, അതിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കോൺവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡി എന്താണ്? ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. ഇത് കോമൺ ആണ്. ഇത് നമ്മുടെ തിയറത്തിലെ ഈ രണ്ട് പ്രൂഫ് ചെയ്യാനും ഇത് കോമൺ കാര്യമാണ്. എയും ബിയും പോസിറ്റീവ് ഇൻഡിജർ ആണ്, ഡി ഒരു ഇൻഡിജർ ആണ്. അങ്ങനെയെങ്കിൽ ഡി ഇതിന്റെ GCD ആണെങ്കിൽ ഇത് രണ്ടും ഹോൾഡ് ചെയ്യും. ഇനി എയും ബിയും പോസിറ്റീവ് ഇൻഡിജർ ആണ്, ഡി ഒരു ഇൻഡിജർ ആണ്. ഈ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്ന പോസിറ്റീവ് ഇൻഡിജർ ഡി എങ്കിൽ അതെന്തായിരിക്കും? GCD ആയിരിക്കും. അതുകൊണ്ടാണ് അവർ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഫോർ എ പോസിറ്റീവ് ഇൻഡിജർ ഡി എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് പാർട്ട് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യും എയും ബിയും പോസിറ്റീവ് ഇൻഡിജർ ആണ്, ഡി ഒരു ഇൻഡിജർ ആണ്, പോസിറ്റീവ് ഇൻഡിജർ ആണ്. അങ്ങനെയാണെങ്കിൽ GCD ഈ ഡി എങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ് ഡി എങ്കിൽ ഡി എന്തായിരിക്കും? ഇതിന്റെ GCD ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൂഫ്. Okay, given that A, B be two positive integers and D equal to GCD of AB, D GCD of AB എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? That implies D divides A and D divides B. അല്ലേ? ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും.
D divides A and D divides B. Okay. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് കിട്ടി അല്ലേ? ഈ ഒരു റിസൾട്ട് കിട്ടി. ഇനി C divides, whenever C divides A and C divides B, then C divides D എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം? Since D equal to GCD of AB, since D equal to GCD of AB ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? D equal to some linear combination of AB ആയിരിക്കും അല്ലേ? That is AX plus BY ആയിരിക്കും. Okay. Next. ഇനി മൂന്നാമത്തെ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Then for any integer C such that C divides A and C divides B, that implies C divides AX plus BY ആയിരിക്കും അല്ലേ? കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഇത് നമുക്ക് തന്നിട്ടുണ്ട്. C divides A and C divides B, that implies C divides AX and C divides BY, that implies C divides AX plus BY. എന്താണ് AX plus BY? That is AX plus BY equal to D ആണ്. That implies C divides D. വളരെ സിമ്പിൾ. കാരണം നമുക്ക് തന്നിട്ടുണ്ട് D എന്താണ്, ഇതിന്റെ GCD ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ? That is D എപ്പോഴും ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ C divides A, C divides B ആണെങ്കിൽ C divides AX ആയിരിക്കും, അതുപോലെ തന്നെ C divides BY ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മിനെയും C divides ചെയ്യും. That is C divides AX plus BY, that implies C divides D. ഇതായിരുന്നു നമുക്ക് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാർട്ട്, ഇങ്ങോട്ടുള്ള പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു അല്ലേ? given that AB two positive integer and D equal to GCD of AB ആണെങ്കിൽ ഈ രണ്ട് റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ് പാർട്ട്, D ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആണ്, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജർ ആണ് D എങ്കിൽ അതെന്തായിരിക്കും? GCD ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് conversely let D be any positive integer. Let D be any positive integers such that D divides A and D divides B. Second, whenever C divides A and C divides B, then C divides D. We have to prove D equal to GCD of AB. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ദാറ്റ് ഈസ് ഒന്നാമത്തേത് D divides A and D divides B. ആൾറെഡി അത് തന്നിട്ടുണ്ട്, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് പ്രൂവ് ചെയ്യേണ്ടതാണ് C divides A and C divides B if C divides A and if C divides B, then C always less than or equal to D. രണ്ടാമത്തെ കണ്ടീഷൻ വളരെ ക്ലിയർ ആണ്. എന്ത്? whenever C divides A and C divides B, then C divides D എന്ന് തന്നിട്ടുണ്ട്. C divides D ആണെങ്കിൽ ഏതാണ് വലുത്? That is C by D by C equal to some integer. Okay, that implies C always D equal to CK. ഇതിന് നമുക്ക് മനസ്സിലാക്കാം, D കിട്ടണമെങ്കിൽ C യുടെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു ചെയ്യണം അല്ലേ? Therefore C ചെറുതും D വലുതുമാണ്. ഓക്കെ, that implies നമുക്ക് ഡയറക്റ്റ് കിട്ടും. കോൺവേഴ്സ് പാർട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. That implies from 2
if C divides A and C divides B, then C okay, C divides C divides D. That implies C always less than or equal to D. Okay, proof complete. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന ഭാഗത്തു നിന്നുള്ള നമ്മളെ പ്രധാനപ്പെട്ട റിസൾട്ട്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.